കാനനച്ചായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. ഈ വരി മലയാളത്തിന് മൊത്തം അറിയാവുന്ന വരിയാണല്ലേ. ചങ്ങമ്പുഴയും രമണനും അറിയാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ചങ്ങമ്പുഴയെ നമ്മൾ അങ്ങനെ തന്നെ മാത്രമാണോ വായിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. നൈമിഷികമായ ക്ഷണികമായ ഒരു പ്രണയത്തിൻ്റെ അടയാളമായി രമണനെ ഒറ്റ കയറിൽ കെട്ടിത്തൂക്കിയിട്ട് കൊന്ന ഒരു കവി മാത്രമല്ല ചങ്ങമ്പുഴ. ഒരുപക്ഷെ ഒരു കാലത്തിനോട്, ആ കാലത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയോട് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരു കവി കൂടിയാണ് ചങ്ങമ്പുഴ. രണ്ടു തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, കൂതാശ കിട്ടുകിൽ കൂസാത പാപിയിൽ കൂറ് കാണിക്കുവോ നല്ല ദൈവം, കഷ്ടം മതങ്ങളെ നിങ്ങൾ തൻ ദൈവങ്ങൾ, നട്ടല്ലൊടിഞ്ഞ നപുംസകങ്ങൾ എന്നു പാടിയ കവിയും ചങ്ങമ്പുഴ തന്നെയാണ് കേട്ടോ. വിത്തനാഥൻ്റെ ബേബിക്ക് പാലും നിർധനച്ചെറുക്കിന് ഉമിനീരും ഈശ്വരച്ചയാലാകിൽ അമ്മട്ടിലുള്ള ഈശ്വരനെ ചവിട്ടുക നിങ്ങൾ എന്നു പാടിയ കവിയും ചങ്ങമ്പുഴ തന്നെയാണ്. അപ്പോൾ ചങ്ങമ്പുഴയുടെ വാക്കിൻ്റെ ആ തുടർച്ചയെ, ആ ശക്തിയെ നമ്മൾ രമണനിൽ മാത്രം ഒതുക്കിക്കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കൂടി ചങ്ങമ്പുഴയെ ഒരു വായിക്കേണ്ടതിൻ്റെ ആവശ്യകത ഭയങ്കര വലുതാണ്, പ്രത്യേകിച്ച് ഈ കാലത്തിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.